നമുക്ക് അയൺ റിച്ച് ആയിട്ടുള്ളൊരു ഇഡ്ഡലി പൊടി ഉണ്ടാക്കി നോക്കിയാലോ. ശേഷം കുറച്ച് വെളുത്തുള്ളി നമുക്ക് വറുത്തെടുക്കാം. ലൈറ്റായി ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി എണ്ണയിൽ. നമ്മൾ നന്നായിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം. അരി ഓപ്ഷണലാണ്. അരി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ വറുത്തിട്ട് കുറച്ച് ചേർക്കാം. ഇഡ്ഡലി പൊടിക്ക് നമ്മൾ നിറയെ അരി ചേർക്കും, പക്ഷെ ഇതിന് വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ വറുക്കാൻ വെച്ചത് നന്നായി ഈ സ്റ്റേജിലാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കരിവേപ്പിലയും മുരിങ്ങയും കൂടി നമ്മൾ ഉണക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാക്കി എടുക്കാം. അതൊന്ന് ചൂടായി വരണം. ചൂടാകുമ്പോൾ നമുക്ക് വേഗം പൊടിച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ചീനിച്ചതിലിട്ട് ചൂടാക്കണം പറയുന്നത്. ഇതൊന്ന് ചൂടായി വന്നു. ഇപ്പം നമ്മൾ വറുത്ത് വെച്ച ഇതൊക്കെ ഇതിൽ ചേർക്കാം. ഇവിടെ വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചത് ഇതിൽ ചേർത്ത് എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ചൂടാറിയ ശേഷം മിക്സിയിൽ അരച്ചെടുക്കാം. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ആവശ്യത്തിന് നമുക്ക് എത്ര വേണമെന്നോ അത് ചേർക്കാം. അതൊന്ന് ഉപ്പൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ അരക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും. കല്ലുപ്പ് യൂസ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ആവശ്യത്തിന് കായപ്പൊടി ഇട്ട് കൊടുക്കാം. മിക്സിയിൽ അരച്ചെടുക്കാം. നമ്മുടെ പൊടി ഇവിടെ റെഡി ആയിരിക്കണം. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെ ഇഡ്ഡലി പൊടിയായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ദോശയുടെ മേലെ ഊത്തപ്പത്തിൻ്റെ മേലെയൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മുരിങ്ങയില കഴിക്കാത്ത കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. മുരിങ്ങേൻ്റെ ടേസ്റ്റ് അറിയില്ല, അതുകൊണ്ട് ഒരു കഴിച്ചോളും. നെയ്യ് ചേർത്ത് കൊടുത്ത് നമ്മുടെ പൊടി ഇവിടെ റെഡി ആയിരിക്കണം. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെ ഇഡ്ഡലി പൊടിയായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ദോശയുടെ മേലെ ഊത്തപ്പത്തിൻ്റെ മേലെയൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മുരിങ്ങയില കഴിക്കാത്ത കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. മുരിങ്ങേൻ്റെ ടേസ്റ്റ് അറിയില്ല, അതുകൊണ്ട് ഒരു കഴിച്ചോളും. നെയ്യ് ചേർത്ത് കൊടുത്ത് മുരിങ്ങയില കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ ദോശയിട്ട് ക്രിസ്പിയായിട്ട് ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലിങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഓയിലോ നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്ത് നമ്മുടെ ഇഷ്ടമാണ്. എന്നിട്ട് അത് നമ്മൾ ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. അവർക്ക് അറിയില്ല, ഇത് മുരിങ്ങേൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല, മുരിങ്ങയിലയുടെ കറിവേപ്പിലയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇഡ്ഡലി പൊടി മേടിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിത് കുട്ടികൾക്ക് റൈസിൻ്റെ കൂടെ ലഞ്ച് പാക്കിൽ റൈസിൻ്റെ കൂടെ നമ്മളിങ്ങനെ കടുക് പൊട്ടിച്ചിട്ട് ഈ പൊടി ചേർത്തിട്ട് കൂടെ നട്ട്സൊക്കെ ചേർത്തിട്ട് കിളക്കി കൊടുത്താൽ കുട്ടികളിത് കഴിച്ചോളും. അറിയില്ല, അത്ര ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ.